കമ്മ്യൂണിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ സ്പെഷ്യൽ റിന്യൂവൽ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൂഗിൾ വെബ് ബ്രൗസറിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റത്തെ ലിങ്ക് തന്നെ കാണാൻ പറ്റും. employment.kerala.government.in എന്നാണ് വരുന്നത്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വാർത്തകൾ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ കാണാൻ പറ്റും. അതായത് 10/99 മുതൽ 8/2023 വരെ പുതുക്കൽ രേഖപ്പെടുത്തിയിട്ടുള്ള രജിസ്ട്രേഷനുകൾക്ക് സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ ഉപയോഗിച്ച് ഇപ്പോൾ നമുക്ക് പുതുക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഉണ്ടോ, സ്പെഷ്യൽ റിന്യൂവൽ എന്നുണ്ട്, പ്രത്യേക പുതുക്കൽ. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണുന്നതായിരിക്കും. ജോബ് സീക്കേഴ്സ് സ്പെഷ്യൽ റിന്യൂവൽ എന്ന് കാണാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ ഏതാണോ ഡിസ്ട്രിക്ട് വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സ്ചേഞ്ച് ഏതാണോ വരുന്നത്, നമ്മുടെ എക്സ്ചേഞ്ച് ബോർഡ് വരുന്നത്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ലോക്കൽ ബോഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. വാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ കാർഡിലുണ്ടാവുമല്ലോ, നമ്മുടെ രജിസ്ട്രേഷൻ കാർഡിൽ നമുക്ക് നമ്പർ ഉണ്ടാവും. ആ രജിസ്ട്രേഷൻ നമ്പറോടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. എല്ലാം സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലവർക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ടൊരു 2 അക്ക നമ്പർ വരുന്നതായിരിക്കും. അല്ലാത്തവർക്ക് എങ്ങനെയാണോ നമുക്ക് കാർഡിൽ നമ്പർ ഉള്ളത് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെയിം, നമ്മുടെ നമ്പർ, ലോക്കൽ ബോഡി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് താഴെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം നമുക്ക് താഴെ ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും, റിന്യൂവൽ എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് റിന്യൂവൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഞാൻ ആദ്യം നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ നോക്കിയപ്പോൾ റെഡിയായി. വേറൊരു നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്പർ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന ഡേറ്റിനുള്ള ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റിന് മുൻപായിട്ട് അവിടെ നമ്മുടെ ഏതാണോ എക്സ്ചേഞ്ച് വരുന്നത്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വരുന്നത്, അവിടെ നേരിട്ട് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് പോയിട്ട് റിന്യൂ ചെയ്യണമെന്നാണ് എനിക്ക് കണ്ടത് കേട്ടോ. അപ്പോൾ ചിലർക്ക് പറ്റുന്നുണ്ടാവും, ചിലർക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ പറ്റുന്നവരൊക്കെ വേഗം തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ജനുവരി വരെ ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും.